ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. സഭാപ്രസംഗി 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ഈ അധ്യായത്തിൽ 14 കൂട്ടം കാര്യങ്ങൾ ശലോമോൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചിലത് നാം പരിശോധിക്കുകയാണെങ്കിൽ, ജനിപ്പാനും മരിപ്പാനും ഒരു സമയമുണ്ട്. നടുവാനും നട്ടത് പറിപ്പാനും കൊല്ലുവാനും സൗഖ്യമാക്കുവാനും ഇടിച്ചു കളവാനും പണിയുവാനും കരവാനും ചിരിക്കുവാനും വിലപിക്കുവാനും നൃത്തം ചെയ്യുവാനും കല്ല് പെറുക്കി കളവാനും കല്ല് പെറുക്കി കൂട്ടുവാനും ആലിംഗനം ചെയ്യുവാനും ആലിംഗനം ചെയ്യാതിരിപ്പാനും സമ്പാദിക്കുവാനും നഷ്ടമാവാനും സൂക്ഷിച്ചു വെപ്പാനും എറിഞ്ഞു കളവാനും കീറുവാനും തിന്നുവാനും മിണ്ടാതിരിക്കുവാനും സംസാരിക്കുവാനും സ്നേഹിപ്പാനും ദ്വേഷിപ്പാനും യുദ്ധത്തിനും സമാധാനത്തിനും ഒരു കാലമുണ്ട് എന്ന് സഭാപ്രസംഗി പറയുന്നു. മനുഷ്യൻ ഈ ഭൂമിയിൽ എന്ത് പ്രവർത്തിച്ചാലും നേടിയാലും അത് ശാശ്വതമല്ല. ശാശ്വതമായി നിലകൊള്ളുന്നത് ഒന്ന് മാത്രം. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോട് ഒന്നും കൂട്ടുവാനും അതിൽ നിന്ന് ഒന്നും കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. സഭാപ്രസംഗി 3-ാം അധ്യായം അതിൻ്റെ 14-ാമത് വാക്യം. ഭൂമിയിൽ എല്ലാറ്റിനും ഒരു കാലം ഉള്ളതുപോലെ കാലാവസ്ഥകൾക്കും ഒരു കാലമുണ്ട്. അവ വേനൽക്കാലം, മഴക്കാലം, വസന്തകാലം, തണുപ്പുകാലം എന്നിവയാണ്. മനുഷ്യരുടെ വളർച്ചയിലും അവർ പല കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. പലരും ബാല്യത്തിൽ ദൈവഭക്തിയിൽ വളരുന്നവരായിരിക്കാം. എന്നാൽ കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും കടക്കുമ്പോൾ പലരും പാപങ്ങളിലേക്ക് വഴുതി വീഴുന്നു. സഭാപ്രസംഗി പറയുന്നു, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ. സഭാപ്രസംഗി 12-ന്റെ 1-2 വാക്യങ്ങൾ. ഇന്ന് പലരുടെയും ചിന്ത വാർദ്ധക്യമാകുമ്പോൾ ആത്മീയതയിൽ മുഴുകി ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നാണ്. വളരെ അബദ്ധമായ ചിന്തയാണിത്. കാരണം ഇന്ന് പ്രായമേറിയ ആളുകളെക്കാൾ കൂടുതലായി മരണപ്പെടുന്നത് കൗമാരക്കാരും യൗവനക്കാരുമാണ്. നമ്മുടെ ജീവൻ എപ്പോഴാണ് ഉടയവൻ തിരിച്ചു ചോദിക്കുക എന്ന് ആർക്കും പറയാനാവില്ല. കർത്താവ് ന്യായവിധിക്കായി രണ്ടാമത് വരുന്ന നാളും നാഴികയും ആർക്കും അറിയുകയില്ല. അതിനാൽ എപ്പോഴും വിശുദ്ധിയോടെ ഉണർന്നിരിക്കണം. വാർദ്ധക്യത്തിലെ ആത്മീയതയ്ക്ക് വേണ്ടി കാത്തിരിക്കരുത്. കാരണം നമുക്കിഷ്ടമില്ല എന്ന് പറയുന്ന ദുർദിവസങ്ങൾ എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിൽ വന്നു ചേരാം. മനുഷ്യരുടെ വാർദ്ധക്യ ദിനങ്ങളെക്കുറിച്ച് സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ മനോഹരമായി പ്രതിപാദിച്ചിരിക്കുന്നു. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമായിരിക്കയാൽ അടങ്ങിയിരിക്കും, കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും, തെരുവിലെ കതകുകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണർന്നു പോകും, പാട്ടുകാർത്തികളൊക്കെയും തളരുകയും ചെയ്യും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതി ഉള്ളതായി തോന്നും, ബദാം വൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും, രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവിങ്കലെ കുടം ഉടയും, കിണറ്റിങ്കലെ ചക്രം തകരും. സഭാപ്രസംഗി 12-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ. വീട്ടു കാവൽക്കാർ വിറയ്ക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കാലും കൈയും തളരും. ബലവാന്മാർ കുനിയുമെന്ന് പറഞ്ഞാൽ അവരുടെ നട്ടെല്ലിന് ക്ഷതം സംഭവിക്കുകയും കുനിയുകയും ചെയ്യും. അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിൽ പല്ലെല്ലാം കൊഴിയും. കിളിവാതിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകുമെന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തി കുറഞ്ഞ് അന്ധന്മാരാകും. തെരുവിലെ കഥകൾ അടയുമെന്ന് പറഞ്ഞാൽ ചെവി അടഞ്ഞു പോകും. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, അവർക്ക് വേഗതയിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പക്ഷികളുടെ ശബ്ദത്തിങ്കിൽ അവർ ഉണരും എന്ന് പറഞ്ഞാൽ അവർ വളരെ നേരത്തെ എണീക്കും. അന്ന് അവർക്ക് പാടാൻ കഴിയുകയില്ല. കയറ്റം കാണുമ്പോൾ ഭയപ്പെടും, എല്ലാറ്റിനും ഭയം അവരെ പിടികൂടും. ബദാം വൃക്ഷം പൂക്കുമെന്ന് പറഞ്ഞാൽ തലമുടി മുഴുവനും നരയ്ക്കും, ഒരു മരുന്നും ഫലിക്കുകയില്ല. വെള്ളിച്ചരട് അറ്റുപോകും എന്ന് പറഞ്ഞാൽ ഞരമ്പുകൾ പൊട്ടാം, ഹൃദയാഘാതം സംഭവിക്കാം.
ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ വാർദ്ധക്യാവസ്ഥ. ആ കാലഘട്ടത്തിൽ ദൈവിക ശുശ്രൂഷ ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നത് വിഡ്ഢിത്തമാണ്. ശലോമോൻ തുടർന്ന് പറയുന്നു, പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. 12:7 വാക്യം. ജീവിതത്തിൽ ഏത് കാലഘട്ടത്തിലൂടെ കടന്നു പോയാലും എല്ലാ സമയങ്ങളിലും ദൈവഭക്തിയോടുകൂടി നാം ഇരിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സകലത്തിൻ്റെയും സാരം എന്തെന്ന് ശലോമോൻ ഈ പുസ്തകത്തിൻ്റെ അവസാന വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. സഭാപ്രസംഗി 12:13-14 വാക്യങ്ങൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.